അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്. അതിലെ 9ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഇതിനു മുമ്പുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു താസിയ 9ാമത്തെ പാഠം. ഫല്ലൽനാ ബഅ്ലഹും അലാ ബഅ്ൽ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അമ്പിയാക്കളുടെ എണ്ണം എത്രയാണ്? അബൂദർദ റളിയല്ലാഹു അൻഹു ചോദിച്ചു. 1,24,000. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുർസലുകൾ എത്രയാണ്? 313. ആദ്യത്തെ നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാം. ഹദീസ് ഗ്രന്ഥം വായിച്ച് ഉപ്പ അർത്ഥം പറഞ്ഞു. അമ്പിയാക്കൾ ആരാണ്? റാബിയ ചോദിച്ചു. ഉപ്പ, മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. റാബിയ, അമ്പിയാക്കളുടെ പ്രത്യേകത എന്താണ്? അമ്പിയാക്കൾക്ക് 9 വിശേഷണങ്ങളുണ്ട്. വാജിബായ 4 സിഫത്ത്, മുസ്തഹീലായ 4 സിഫത്ത്, ജായിസായ 1 സിഫത്ത്. ഏതൊക്കെയാണ് ആ സിഫത്തുകൾ? ആ സിഫത്തുകളാണ് നമ്മൾ നോക്കുന്നത്. സത്യസന്ധത, കൂർമ്മബുദ്ധി, വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം എന്നിവ വാജിബായ സിഫത്തുകളാണ്. കളവ് പറയൽ, ബുദ്ധിമാന്ദ്യം, വിശ്വാസവഞ്ചന, ദൗത്യം മറച്ചുവെക്കൽ എന്നിവ മുസ്തഹീലായ സിഫത്തുകളാണ്. അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളുണ്ടാവൽ ജായിസായ സിഫത്താണ്. ഉദാഹരണം, ഭക്ഷണം കഴിക്കൽ. ഇപ്പോൾ വായിച്ചിട്ടുള്ള ഈ പാരഗ്രാഫ് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഈ പാരഗ്രാഫിൽ നമ്മൾ വാജിബായ 4 സിഫത്തുകളും മുസ്തഹീലായ 4 സിഫത്തുകളും ജായിസായ 1 സിഫത്തും നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി ബാക്കി നോക്കൂ. അമ്പിയാക്കളിൽ ശ്രേഷ്ഠരാണ് മുർസലുകൾ. റാബിയ, മുർസലുകൾ ആരാണ്? മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയും ഉള്ളവരാണവർ. മുർസലുകൾ ആരൊക്കെയാണ്? എല്ലാവരുടെയും പേരുകൾ നമുക്കറിയില്ല. അവരിൽ ശ്രേഷ്ഠരായവർ ഖുർആനിൽ പേരു പറഞ്ഞ 25 പേരാണ്. റാബിയ, ഖുർആനിൽ പേരു പറഞ്ഞവരെല്ലാം മുർസലുകളല്ലേ? ഉപ്പ, അതെ. റാബിയ, അവർ ആരൊക്കെയാണ്? ഉപ്പ ബൈത്ത് ചൊല്ലി. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമർ സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബർ ലൂത്തും വ ഇസ്മായിലു ഇസ്ഹാഖുൻ കദാ യഅ്കൂബു യൂസുഫ് വ അയ്യൂബു ഹുത്തദ ഷുഐബ് ഹാറൂൻ വ മൂസ വൽ യസർ ദുൽകിഫ്ലി ദാവൂദ് സുലൈമാനു തബർ ഇലിയാസ് യൂനുസ് സക്കരിയ യഹ്യ ഈസ വ ത്വാഹ ഹാത്തിമുൻ ദഅയ്യ. ഈ പാട്ട് നിങ്ങൾ ഈണത്തിൽ പാടി പഠിക്കുക. റാബിയ, മുർസലുകളിൽ ശ്രേഷ്ഠർ ആരാണ്? ഉപ്പ, ഊലുൽ അസ്മ് എന്ന് അറിയപ്പെടുന്നവർ. റാബിയ, അവർ ആരൊക്കെയാണ്? ഉപ്പ, മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഊലുൽ അസ്മ്. അവർ 5 പേരാണ്. ഇനി നമുക്ക് ഒരു പാട്ടിന്റെ ഒരു വരി കൊടുത്തിട്ടുണ്ട്. അതില് ഊലുൽ അസ്മായിട്ടുള്ള നബിമാരുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നോക്കൂ. മുഹമ്മദുൻ ഇബ്രാഹിമു മൂസ കലീമുഹു ഫഈസ ഫനൂഹുൻ ഹും ഊലുൽ അസ്മി ഫഅലം. ഊലുൽ അസ്മിൽ പെട്ട 5 നബിമാരുടെ പേരാണ് നമുക്ക് ഈ പാട്ടിന്റെ വരിയിൽ കൊടുത്തിരിക്കുന്നത്. ഊലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ അമ്പിയാക്കളെ കുറിച്ചും മുർസലുകളെ കുറിച്ചും ഊലുൽ അസ്മുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അവരെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അമ്പിയാക്കൾക്ക് വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, ജായിസായ സിഫത്ത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചിട്ട് അതിന്റെ അർത്ഥം നോക്കാം. തിൽക്കർ റുസുലു ഫല്ലൽനാ ബഅ്ലഹും അലാ ബഅ്ൽ. അതിന്റെ അർത്ഥം നോക്കൂ. ആ മുർസലുകളിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഈ അർത്ഥമൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നക്തുബ്, എഴുതാനുള്ളതാണ്.
ഖുർആനിൽ പറഞ്ഞ 25 നബിമാരുടെ പേരെഴുതുക. അപ്പൊ നമ്മൾ ഈ പാട്ടിൽ നമ്മൾ 25 നബിമാരുടെ പേരുകൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓർഡറിൽ ഈ കൊടുത്തിരിക്കുന്ന ആ ബോക്സിൽ നമുക്കവിടെ എഴുതാം. 1. ആദം നബി അലൈഹിസ്സലാം. 2. ഇദ്രീസ് നബി അലൈഹിസ്സലാം. 3. നൂഹ് നബി അലൈഹിസ്സലാം. 4. ഹൂദ് നബി അലൈഹിസ്സലാം. 5. സ്വാലിഹ് നബി അലൈഹിസ്സലാം. 6. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 7. ലൂത്ത് നബി അലൈഹിസ്സലാം. 8. ഇസ്മായിൽ നബി അലൈഹിസ്സലാം. 9. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. 10. യാക്കൂബ് നബി അലൈഹിസ്സലാം. 11. യൂസുഫ് നബി അലൈഹിസ്സലാം. 12. അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇനി ഇപ്പുറത്ത് നോക്കൂ. 13. ഷുഹൈബ് നബി അലൈഹിസ്സലാം. 14. ഹാറൂൻ നബി അലൈഹിസ്സലാം. 15. മൂസ നബി അലൈഹിസ്സലാം. 16. അൽ യസഹ് നബി അലൈഹിസ്സലാം. 17. ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം. 18. ദാവൂദ് നബി അലൈഹിസ്സലാം. 19. സുലൈമാൻ നബി അലൈഹിസ്സലാം. 20. ഇലിയാസ് നബി അലൈഹിസ്സലാം. 21. യൂനുസ് നബി അലൈഹിസ്സലാം. 22. സക്കരിയ നബി അലൈഹിസ്സലാം. 23. യഹിയ നബി അലൈഹിസ്സലാം. 24. ഈസ നബി അലൈഹിസ്സലാം. 25. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓർഡറായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ആ വരികളിൽ നിങ്ങൾ നമ്പർ പ്രകാരം അവിടെ എഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് അമ്പിയാക്കൾ? ഉത്തരം, മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. രണ്ടാമത്തെ ചോദ്യം, മുർസലുകൾ ആരാണ്? ഉത്തരം, മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയും ഉള്ളവരാണ് മുർസലുകൾ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ഊലുൽ അസ്മ് എന്ന് പറയുന്നത് ആർക്ക്? ഉത്തരം, മുർസലുകളിൽ ശ്രേഷ്ഠരായവർക്കാണ് ഊലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. അവർ മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ്. നാലാമത്തെ ചോദ്യം, അംബിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഉത്തരം, ഊലുൽ അസ്മുകൾ. 5. ഊലുൽ അസ്മിന്റെ പേരെഴുതുക. ഉത്തരം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ആറാമത്തെ ചോദ്യം, അംബിയ മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഏത്? ഉത്തരം, അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ അവർക്ക് ജായിസായ സിഫത്താണ്. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഒരു ഭാഗത്ത് നമുക്ക് നബിമാരുടെ വാജിബായ സിഫത്തുകളും മറുഭാഗത്ത് നമുക്ക് അതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ശരിയായത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ നടുവിലത്തെ ബോക്സിൽ കൊണ്ടുവന്നിട്ട് എഴുതാനുള്ളതാണ്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. അസ്സിദ്ഖ്, അൽ ഫതാന, അൽ അമാന, അത്തബ്ലീഗ്. ഇപ്പുറത്ത് നോക്കൂ, വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം, സത്യസന്ധത, കൂർമ്മബുദ്ധി. ഇനി നമുക്ക് അതിന്റെ യോജിച്ചത് നമുക്ക് അവിടെ നടുവിലത്തെ ബോക്സിൽ കൊണ്ടുവന്നിട്ട് എഴുതാം. നോക്കൂ, അസ്സിദ്ഖ് അതിന്റെ അർത്ഥം എന്താണ്? സത്യസന്ധത. അൽ ഫതാന അതിന്റെ അർത്ഥം എന്താണ്? കൂർമ്മബുദ്ധി. അൽ അമാന അതിന്റെ അർത്ഥം വിശ്വസ്തത. അത്തബ്ലീഗ് പ്രബോധന പ്രവർത്തനം. ഇനി നോക്കൂ, നസിൽ അതിലെ ബി ഓപ്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അൽ കദിബ്, അൽ ഖിയാന, അൽ കിത്മാൻ, അൽ ബലാദ. ഇപ്പുറത്ത് നോക്കൂ, ബുദ്ധിമാന്ദ്യം, ദൗത്യം മറച്ചുവെക്കൽ, കളവ് പറയൽ, വിശ്വാസവഞ്ചന. ഇതെന്താണ്? നബിമാരുടെ മുസ്തഹീലായ സിഫത്തുകളും അതിന്റെ അർത്ഥവുമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും ശരിയായിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ നടുവിലത്തെ ബോക്സിൽ കൊണ്ടുവന്നിട്ട് എഴുതണം. അൽ കദിബ് അതിന്റെ ശരിയായ അർത്ഥം ഏതാണ്? കളവ് പറയൽ. അൽ ഖിയാന അതിന്റെ ശരിയായത് വിശ്വാസവഞ്ചന. അൽ കിത്മാൻ ദൗത്യം മറച്ചുവെക്കൽ. അൽ ബലാദ അതിന്റെ അർത്ഥം ബുദ്ധിമാന്ദ്യം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നം ലൗൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അല്ലാഹു 1,00,000 ഡേഷ് നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 24,000. അല്ലാഹു 1,24,000 നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. 2. മുർസലുകളുടെ എണ്ണം ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 25. മുർസലുകളുടെ എണ്ണം 25 ആണ്. 3. ഊലുൽ അസ്മ് ഡേഷ് പേരാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 5. ഊലുൽ അസ്മ് 5 പേരാണ്. 4. അമ്പിയാക്കൾക്ക് ഡേഷ് സിഫത്തുകളുണ്ട്.
അവിടെ പൂരിപ്പിക്കേണ്ടത് 9. അമ്പിയാക്കൾക്ക് 9 സിഫത്തുകളുണ്ട്. 5. അമ്പിയാക്കളുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളുണ്ടാവൽ ഡേഷ് സിഫത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ജായിസായ. അമ്പിയാക്കളുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളുണ്ടാവൽ ജായിസായ സിഫത്താണ്. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നക്തുബ്, എഴുതാനുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ എടുത്തിട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ബോക്സുകളിൽ എഴുതാനുള്ളതാണ്. ആദ്യത്തെ നോക്കൂ. ഊലുൽ അസ്മ്, അൽ മുർസലൂൻ, അൽ ഹദീസ്, ഫല്ലൽന ബഅ്ലഹും, അൽ അംബിയാ, അസ്സിഫാത്ത്, അബൂ ദർറിൻ റളിയല്ലാഹു അൻഹു, ദുൽകിഫ്ലി അലൈഹിസ്സലാം. അതെല്ലാം നിങ്ങൾ അതുപോലെ എടുത്തിട്ട് അപ്പുറത്തെ ബോക്സുകളിൽ എഴുതുക. തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. മാ അർത്ഥം കൂടെ, ഹും അവർ, കഥാ അപ്രകാരം, കുല്ലുൻ എല്ലാവരും, ദ ഉപേക്ഷിക്കുക, മുത്തബൗൻ പിന്തുടരാൻ അർഹർ, ഹയ്യ വഴികേട്, ഇഹ്തദാ പിന്തുടർന്നു. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 7ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. പദ്യം കാണാതെ പഠിച്ച് ഈണത്തിൽ ചൊല്ലുക. നമ്മൾ ഈ പാഠത്തിൽ നബിമാരുടെ പേരുകൾ വെച്ചിട്ടുള്ള ഒരു ബൈത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ പദ്യം ഈണത്തിൽ ക്ലാസ്സിൽ ചൊല്ലുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.